UK മൊത്തം 650 സീറ്റുകളിൽ 271 സീറ്റും നേടിയിട്ട് UK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാനുള്ള സാധ്യത നൈജൽ ഫാരജ് നയിക്കുന്ന റീഫോം പാർട്ടിക്കായിരിക്കും എന്നുള്ളതാണ് പുതിയ ഒരു സർവേ പ്രകാരം പറയുന്നത്. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത UK കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടികളായിട്ടുള്ള ലേബർ പാർട്ടിക്കും കൺസർവേറ്റീവ് പാർട്ടിക്കും ശക്തമായിട്ടുള്ള തിരിച്ചടികളാണ് നേരിടാൻ സാധ്യത എന്നും ഈ ഒരു സർവേയിൽ പറയുന്നുണ്ട്. ലേബർ പാർട്ടിക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച 418 സീറ്റുകളിൽ നിന്ന് അത് കുത്തനെ ഇടിഞ്ഞ് 173 സീറ്റായിട്ട് താഴാനും സാധ്യതയുണ്ട് എന്നും ഈ സർവേയിൽ പറയുന്നുണ്ട്. കൺസർവേറ്റീവ് പാർട്ടിക്കും അതിൽ വലിയൊരു തിരിച്ചടിയാണ്. 46 സീറ്റുകളിലോട്ട് ഒതുങ്ങും എന്നുള്ളതാണ് സർവേ പറയുന്നത്. അതോടെ അവർ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൺസർവേറ്റീവ് പാർട്ടി ഈ 2024 ജൂലൈയിൽ നമ്മുടെ കെയർ സ്റ്റാർമർ അധികാരത്തിൽ വരുന്നവരേക്കും 12 വർഷത്തോളം നീണ്ട 14-12 വർഷത്തോളം UK ഭരിച്ചിരുന്ന ഒരു പ്രമുഖ പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത്. ആ പാർട്ടി 46 സീറ്റിലോട്ട് ഒതുങ്ങി 4ാം സ്ഥാനത്തോട് ചുരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതം, അതല്ല എങ്കിൽ ഒരു ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ വർഷത്തെക്കാളും 9 അധിക സീറ്റുകൾ കരസ്ഥമാക്കിയിട്ട് 81 സീറ്റോടെ മുന്നേറ്റം നടത്തും എന്നുള്ളതാണ്. സ്കോട്ട്ലാൻഡിലെ ഏറ്റവും വലിയൊരു പാർട്ടിയായിട്ടുള്ള SNP നിലവിൽ അതേ ഒരു സ്ഥിതി തുടരും എന്നും ഈ സർവേയിൽ പറയുന്നുണ്ട്. അതേപോലെ ഗ്രീൻ പാർട്ടി, പ്ലേഡ് ക്വിംബ്രു എന്ന് പറഞ്ഞ പാർട്ടികളൊക്കെ 3 സീറ്റുകൾ വീതം നേടുന്നതാണ് പറയുന്നത്.